ഇലക്ട്രൽ ബോണ്ടിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ബി.ജെ.പിക്ക് 6,986 കോടിയും കോൺഗ്രസിന് 1,334 കോടിയും ലഭിച്ചെന്നാണ് പുതിയ കണക്കുകൾ. വിവാദ വ്യവസായി സാന്റിയാഗോ മാർട്ടിനിൽ നിന്ന് 509 കോടിയുടെ ബോണ്ട് വാങ്ങിയതായി DMK വെളിപ്പെടുത്തി. മുദ്രവെച്ച കവറിൽ സുപ്രീംകോടതിയിൽ നൽകിയ വിവരങ്ങളാണ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചത്. രാജ്യത്തെ പൊതുതെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡാറ്റ പുറത്തുവിട്ടിരിക്കുന്നത്. 2019 ഏപ്രിൽ 12 മുൻപുള്ള വിവരങ്ങളാണ് പുറത്തുവിട്ടിട്ടുള്ളത്. ഈ തീയതിക്ക് ശേഷമുള്ള ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ കഴിഞ്ഞയാഴ്ച പുറത്തുവിട്ടിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീംകോടതിയിൽ സമർപ്പിച്ച രേഖകൾ സുപ്രീംകോടതി രജിസ്ട്രി മുദ്രവെച്ച കവറിൽ തിരികെ നൽകിയിരുന്നു. കൂടാതെ പെൻഡ്രൈവിൽ ഒരു ഡിജിറ്റൽ പകർപ്പും കൈമാറിയിരുന്നു. ഡിജിറ്റൽ പകർപ്പിൽ നിന്നുള്ള ഡാറ്റയാണ് നിലവിൽ പുറത്തുവിട്ടിരിക്കുന്നത്. ബോണ്ടുകളുടെ തീയതി, മൂല്യം, എണ്ണം എന്നീ വിവരങ്ങളാണ് ഇതിലുള്ളത്. കൂടാതെ ഏത് SBI ബ്രാഞ്ചാണ് ബോണ്ടുകൾ അനുവദിച്ചിരിക്കുന്നത്, രസീത് തീയതി എന്നിവയും പുറത്തുവിട്ട രേഖകളിൽ ഉൾപ്പെടുന്നു. ദിവസങ്ങൾക്ക് മുൻപ് സുപ്രീംകോടതി നിർദ്ദേശപ്രകാരം തെരഞ്ഞെടുപ്പ് ബോണ്ടുകളുടെ വിവരങ്ങൾ SBI തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയിരുന്നു. ബോണ്ടുകളുടെയും സ്വീകരിച്ച പാർട്ടികളുടെയും വിവരങ്ങൾ പ്രത്യേകമായാണ് നൽകിയിരിക്കുന്നത്. 2017-18 സാമ്പത്തിക വർഷത്തിൽ BJPക്ക് 500 കോടി ബോണ്ടുകൾ കിട്ടിയെന്നും ഇതിലൂടെ 210 കോടി ലഭിച്ചെന്നും റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു. 19 മുൻപ് BJPക്ക് 1450 കോടിയുടെ ബോണ്ടാണ് ലഭിച്ചത്. ഇതേ കാലയളവിൽ കോൺഗ്രസിന് 383 കോടിയാണ് കിട്ടിയത്. ആകെ വാങ്ങിയ 686.5 കോടിയിൽ 580 കോടി സാന്റിയാഗോ മാർട്ടിനിൽ നിന്നാണെന്ന് DMK വെളിപ്പെടുത്തി. നാഷണൽ ഡെസ്ക് റിപ്പോർട്ടർ.